പലപ്പോഴും നടക്കുന്നത് നല്ല വ്യായാമമാണെന്ന് പലരും കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ കൊളസ്ട്രോൾ ഉള്ളവരും വണ്ണം കൂടുതലുള്ളവരും എല്ലാം നടന്നിട്ടും ഇവർക്ക് കൊളസ്ട്രോളും കുറയുന്നില്ല, വണ്ണവും കുറയുന്നില്ല, ശരീരത്തിന് മാറ്റവും വരുന്നില്ല, ക്ഷീണവും മാറുന്നില്ല എന്ന് കണ്ടിട്ടില്ലേ? കാരണം നടക്കുന്നതിനെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യായാമമാക്കി മാറ്റാൻ ഇവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ എങ്ങനെ നിങ്ങളുടെ വണ്ണം കുറയ്ക്കാനും നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും നിങ്ങളുടെ ഷുഗർ കുറയാനും സാധിക്കും എന്നുള്ള സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ 3 മിനിറ്റ് നല്ല സ്പീഡിൽ നടക്കുക, 3 മിനിറ്റ് പതിയെ നടക്കുക. ഇതിന് ഇന്റർവെൽ വാക്കിംഗ് ടെക്നിക്ക് എന്നാണ് പറയുന്നത്. 3 മിനിറ്റ് നിങ്ങൾ നല്ല സ്പീഡിൽ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയം, അതായത് നടക്കാവുന്നതിന്റെ മാക്സിമം സ്പീഡിലാണ് നടക്കേണ്ടത് കേട്ടോ. 3 മിനിറ്റ് അങ്ങനെ നടക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് നന്നായിട്ട് വർദ്ധിക്കുന്നു, നിങ്ങളുടെ ശ്വാസകോശം നന്നായിട്ട് ഓക്സിജൻ എടുത്തുവിടുന്നു, രക്തത്തിലേക്ക് ഓക്സിജൻ പമ്പ് ചെയ്യുന്നു, നിങ്ങളുടെ ശരീരത്തിലുള്ള ഷുഗറിനെ ശരീരം കത്തിച്ച് ഊർജ്ജമാക്കി മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അത് കഴിഞ്ഞ് 3 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ പിന്നെ പതിയെ നടക്കുന്നു. പതിയെ ഒരു 3 മിനിറ്റ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ ശരീരം എടുത്ത് കത്തിക്കാനായിട്ട് തുടങ്ങും. ഇങ്ങനെ നിങ്ങൾ സ്പീഡിൽ നടക്കുകയും പതുക്കെ നടക്കുകയും മാറി മാറി ചെയ്തു കഴിഞ്ഞിരുന്നാൽ ഇത് നിങ്ങൾക്ക് ഒരേപോലെ വണ്ണം കുറയുന്നതിനും കൊളസ്ട്രോൾ കുറയുന്നതിനും ഷുഗർ ലെവൽ കുറയുന്നതിനും എല്ലാം സാധിക്കും. പലപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് പ്രത്യേകിച്ച് ഒരു പ്രയോജനം കിട്ടാത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വളരെ ഫലപ്രദമാണ്. മാത്രമല്ല ഇത് ജപ്പാനീസ് ടെക്നിക്കാണ്. ഇത് അവിടെ ഒരുപാട് പേര് വളരെ കോമൺ ആയിട്ട് ഈ വ്യായാമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്നിരുന്നാൽ പോലും ഇതോടൊപ്പം തന്നെ ശരീരത്തിലെ മസിലുകളുടെ റെസിസ്റ്റന്റ് എക്സസൈസും കൂടി ചെയ്ത് ഇടയ്ക്ക് നിങ്ങൾ ഈ 3 മിനിറ്റ് മാക്സിമം നടക്കുന്നതിന്റെ ഒപ്പം 1 മിനിറ്റ് ഓടാൻ കൂടി സാധിക്കുമെങ്കിൽ, പ്രത്യേകിച്ച് ആരോഗ്യമുള്ളവരാണെങ്കിൽ 1 മിനിറ്റ് ഓടുക, അത് കഴിഞ്ഞ് 3 മിനിറ്റ് നിങ്ങൾ സ്ലോ ആയിട്ട് നടക്കുക, അത് കഴിഞ്ഞ് 3 മിനിറ്റ് ഫാസ്റ്റ് ആയിട്ട് നടക്കുക. ഇങ്ങനെ ആ ഒരു മെറ്റബോളിസം ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ശരീരത്തിലുള്ള മെറ്റബോളിസത്തിൽ വ്യത്യാസം വരികയും കൊളസ്ട്രോളിനും ഷുഗറിനും എല്ലാം മാറ്റം വരികയും ചെയ്യും. ഇത് നടക്കാൻ പോകുന്ന എല്ലാവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യൂ.